ശ്രീ മഹാകളിവരാഗി വജ്രകോശി നമസ്കാരം. ഞാൻ അങ്കമാർ ശ്രീരാമം. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഉത്രം 2, 3, 4 പാദങ്ങളും തിരുവോണം അവിട്ടം 1, 2 പാദങ്ങളും അടങ്ങുന്ന മകരക്കൂറ് ഫലമാണ് ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. അതിലെ ദോഷ സമയങ്ങളെ മുൻകൂട്ടി അറിയാൻ ശ്രമിക്കുക. ഇവിടെ നിർദ്ദേശിക്കുന്ന ചില മന്ത്രജപത്തിലൂടെയും ക്ഷേത്ര വഴിപാടുകളിലൂടെയും ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനും ശ്രമിക്കുക. കൂടാതെ നിത്യവും ജപിക്കേണ്ട ചില മന്ത്രങ്ങൾ കൂടെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കേട്ടും വായിച്ചും പഠിക്കാൻ ശ്രമിക്കുക. ഇതുപോലുള്ള ഫലപ്രദമായ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. മറ്റുള്ളവരിലേക്ക് എത്താൻ ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ മകരക്കൂറ് ഫലത്തിലോട്ട് കടക്കാം. വ്യാഴം 6ഉം 7ഉം ഭാവങ്ങളിലും ശനി 3ആം ഭാവത്തിലും രാഹു 2ആം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലമാകയാൽ നാൽക്കാലി ലാഭം, പുത്രലാഭം, ദ്രവ്യനാശം, സ്ഥാനഭ്രംശം, ഏർപ്പെടുന്ന കാര്യങ്ങളിൽ സർവവിജയം, സർവാഭീഷ്ട സിദ്ധി എന്നിവ പ്രതീക്ഷിക്കാം. ആരോഗ്യസ്ഥിതി മോശമാകാൻ സാധ്യതയുണ്ട്. വൃഥ സഞ്ചാരവും ധനനാശവും കരുതിയിരിക്കണം. ഇത് പൊതു ഫലമാണ്. ചിങ്ങമാസത്തിൽ പരിശ്രമം കൈവെടിയാൻ സാധ്യതയുണ്ട്. മാനസിക വ്യഥ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. ഉദര രോഗത്തിന് സാധ്യതയുണ്ട്. മാർഗവിഘ്നം എന്നിവയാണ് ഫലം. എന്നാൽ കന്നിമാസത്തിൽ സമ്മാനലാഭം, മൃഷ്ടാന ഭോജനം, ദ്രവ്യലാഭം, സുഖശയനം, ജീവിതാസ്വാദനം, സാമ്പത്തിക ലാഭം എന്നിവ കൊണ്ട് ഇവർ സമ്പൂർണരാകും. തുലാമാസത്തിൽ കാര്യവിജയവും ഉന്നതരുമായി കൂടിക്കാഴ്ചയും പുതിയ സുഹൃത്ത് ബന്ധത്തിലൂടെയും പലവിധ ദ്രവ്യലാഭങ്ങൾ ഉണ്ടാവാനും പുത്രസൗഖ്യം, വസ്ത്രലാഭം, ധനപുഷ്ടി, സന്തോഷം എന്നിവ പ്രതീക്ഷിക്കാം. വൃശ്ചികമാസത്തിൽ അധികാരലാഭം വന്നു ചേരാം, ധനലാഭം വന്നു ചേരാം, സുഖവും ഐശ്വര്യവും വന്നു ചേരാം, രോഗശാന്തി ഉണ്ടാവും, ശുഭകർമ്മ ഫലപ്രാപ്തിയും കൈവരിക്കും. സന്തോഷപ്രദമായ കുടുംബജീവിതം നയിക്കും. ബുദ്ധി സാമർഥ്യം കൊണ്ടും വാക്സാമർഥ്യം കൊണ്ടും ഇവർ പല കടമ്പകളും കടക്കും. എന്നാൽ ധനുമാസത്തിൽ നേത്രരോഗവും രക്തപിത്തവ്യാധികളും ദുർവ്യയം എന്നിവ ഉണ്ടാകുമെങ്കിലും മൃഷ്ടാന ഭോജനവും സുഗന്ധ ദ്രവ്യ സമൃദ്ധിയും ബന്ധുലാഭവും പ്രതീക്ഷിക്കാം. മകരമാസത്തിൽ അമിത സഞ്ചാരം നിമിത്തം ശരീരപീഠ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. ദുർവ്യയമുണ്ടാകാം എങ്കിലും അപ്രതീക്ഷിതമായ ബന്ധുസംഗമമുണ്ടാവും. വളരെയേറെ ശ്രദ്ധിക്കേണ്ട മാസമാണ് കുംഭമാസം. കുംഭമാസത്തിൽ വരുമാനം കുറയും, ശിരോവേദനയുണ്ടാകും, ദേഹക്ഷതമുണ്ടാകും, കാര്യതടസ്സമുണ്ടാകും. എന്നിരുന്നാലും വാക്സാമർഥ്യവും ബുദ്ധിസാമർഥ്യവും കൊണ്ട് ഇവർ ഈ കടമ്പ മറികടക്കാൻ സാധിക്കും. മീനമാസത്തിൽ സ്ഥാനപ്രാപ്തി, ഗ്രഹലാഭം, ധനം, സന്തോഷം, അലങ്കാരം ഇവയിലൂടെ ലാഭം, ശത്രുനാശമുണ്ടാകും. വസ്തുവകകളിൽ നിന്ന് പകുതി ലാഭത്തിന് സാധ്യതയുണ്ട്. എങ്കിലും ഉഷ്ണരോഗം കരുതിയിരിക്കണം. ഇവർക്ക് മേടമാസം വളരെ അനുകൂലമായൊരു മാസമാണ്. സ്വർണ്ണാഭരണ ലാഭം, സന്തോഷം, ശത്രുജയം എന്നീ ഗുണാനുഭവങ്ങൾ മാത്രം ഉള്ള ഒരു മാസമാണ് മേടമാസം. ഇടവമാസത്തിൽ ഉദരരോഗവും ചിത്തക്ഷോഭവും ഉണ്ടാകാം. ആഗ്രഹവർദ്ധനയുണ്ടാവാൻ സാധ്യതയുണ്ട്. അതിലൂടെ ദ്രവ്യനാശവും ധനനാശവും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സ്ഥാനഭ്രംശവും ബന്ധുകലഹവും ഉണ്ടാവാൻ സാധ്യതയേറെയാണ്. എന്നാൽ മിഥുനമാസത്തിൽ രോഗനാശവും ശത്രുനാശവും ശോകമോഹ നിഗ്രഹവും കാര്യവിജയവും പുത്രലാഭവും സ്ത്രീ സൗഖ്യവും എന്നിവ പ്രതീക്ഷിക്കാം. കർക്കിടക മാസത്തിൽ കാര്യവിജയമുണ്ടാകുമെങ്കിലും അനാവശ്യ ചിന്തകൾ നിമിത്തം മനോവ്യഥയുണ്ടാവാൻ സാധ്യതയുണ്ട്. ഉദര രോഗത്തിന് സാധ്യതയുണ്ട്. അഗ്നിഭയത്തിന് സാധ്യതയുണ്ട്. ഈ കൂറുകാർ
പക്കം നാൾ തോറും നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പാൽപ്പായസം സമർപ്പിക്കണം. വ്യാഴാഴ്ച ദിവസം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ പുരുഷ സൂക്ത മന്ത്രാർച്ചന നടത്തണം. ശനിയാഴ്ച ദിവസം ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കണം. തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ സംവാദ സൂക്ത മന്ത്രാർച്ചന നടത്തണം. തുടർന്ന് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള നിത്യജപവും ശീലമാക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട.